ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തെ പിടിച്ചുകുലുക്കിയ കൊടകര കുഴൽപ്പണ കേസ്, ആ കേസിൽ വളരെ നിർണായകമായൊരു സംഭവം ഇന്ന് നടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ പുതിയ വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയ ബി.ജെ.പിയുടെ മുൻ ഓഫീസ് സെക്രട്ടറി ഉണ്ടല്ലോ, തിരൂർ സതീഷ്, അയാളുടെ രഹസ്യ മൊഴി ഇന്നിപ്പോൾ രേഖപ്പെടുത്താൻ പോവുകയാണ്. 164 എന്നാണല്ലോ അതിൻ്റെ നിയമപരമായ പേര്. അതിപ്പോൾ രേഖപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വൈകിട്ട് 4 മണിക്കാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുക. വിവരങ്ങളുമായി ശരത് തോങ്ങല്ലൂരാണ് തൃശ്ശൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. ശരത്തിനോട് നമുക്ക് ചോദിച്ചറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ശരത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഗുഡ് മോർണിംഗ്. കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരൂർ സതീഷുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. മനു നേരത്തെ പറഞ്ഞ പോലെ കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുക. നമുക്കറിയാം, പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് ബി.ജെ.പി. നേതൃത്വത്തെ ഇതേപോലെ കുഴലിലാക്കിക്കൊണ്ട് തിരൂർ സതീഷിൻ്റെ വലിയൊരു വെളിപ്പെടുത്തലുണ്ടായത്. ധർമ്മരാജൻ കള്ളപ്പണവുമായി 2021 ഏപ്രിൽ 7 തൃശ്ശൂരെത്തി. നമുക്കറിയാം, 2021 എന്ന് പറയുമ്പോൾ ഏപ്രിൽ മാസം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലമാണ്. അന്ന് 4 ചാക്കുകളിലായിട്ട് കോടിക്കണക്കിന് രൂപ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചുവെന്നും ജില്ലാ പ്രസിഡന്റിനെയും സംസ്ഥാന പ്രസിഡന്റിനെയും കണ്ടുവെന്നും ധർമ്മരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. അതിനെ തുടർന്ന് പോലീസ് മുമ്പ് കുറ്റപത്രം സമർപ്പിച്ച കേസായിരുന്നു. അതിനകത്ത് പുനരന്വേഷണം, കുറ്റപത്രം സമർപ്പിച്ച കേസിൻ്റെ ഒരു പുനരന്വേഷണത്തിൽ പ്രൊസീജിയർ കോടതിയുടെ അനുവാദം ആവശ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ കോടതി സമീപിച്ചു. കോടതി പുനരന്വേഷണം അംഗീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ DIG തോംസൺ ജോസ്, തൃശ്ശൂർ DIG തോംസൺ ജോസിൻ്റെ നേതൃത്വത്തിൽ പുനരന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചി കമ്മീഷണറായിട്ടുള്ള സുദർശൻ IPS ചുമതലയുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തിരൂർ സതീഷിൻ്റെ 164 സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്ന് കുന്നംകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എടുക്കുന്നത്. വൈകിട്ട് 4 മണിക്കാണ് തിരൂർ സതീഷ് മൊഴി സമർപ്പിക്കുക, ഈ പറയുന്ന രഹസ്യമൊഴി നൽകാൻ വേണ്ടിയിട്ട് അവിടെ എത്തുന്നത്. ഈ രഹസ്യമൊഴിയുടെ സ്വഭാവം മൊഴി മാറ്റി പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു മുൻകരുതൽ എന്ന രീതിയിൽ പോലീസ് 164 സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യപ്പെടുന്നത് വരും. അല്ലാതെ വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം ഇത്രയും ദിവസം പല കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പറഞ്ഞു, അന്വേഷണ സംഘം മൊഴിയെടുത്തപ്പോൾ ആ രീതിയിൽ സംസാരിച്ചു. അതിനപ്പുറത്തേക്ക് അത് നീതിപീഠത്തിന് മുൻപിൽ ഒരു ഔദ്യോഗിക രേഖയായി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ അത് കുറച്ചുകൂടി ഗൗരവം വരും. ഇന്ന് ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുമ്പോൾ നമ്മുടെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും സംഘത്തിനും കുറച്ച് തലവേദന ഉണ്ടാകുമോ? തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയാണ് അനുമാനിക്കുന്നത്. കാരണം തിരൂർ സതീഷ് തൻ്റെ വാദങ്ങളിൽ നിന്ന് ഒരു ഘട്ടത്തിലും മാറിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പിന്നിൽ മറ്റു പലരുമാണ് എന്ന രീതിയിൽ ഒരു ആരോപണം ഉയർന്നു. അപ്പോൾ അതിനെ തുടർന്നാണ് തിരൂർ സതീഷ് പറഞ്ഞത്, എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്, ആ തെളിവുകൾ ഞാൻ വ്യക്തമായ രീതിയിൽ ഇത് പുറപ്പെടുവിക്കും. അത് ഞാൻ ഇപ്പോൾ പുറത്തുവിടാത്തത് ആ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് തിരൂർ സതീഷിനകത്ത് എന്താണ്, തിരൂർ സതീഷിൻ്റെ കയ്യിലുള്ള വജ്രായുധം എന്താണ് എന്ന കാര്യത്തിനകത്ത് BJP നേതൃത്വത്തിൽ വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അതായത് ജില്ലാ പ്രസിഡന്റിനും സംസ്ഥാന പ്രസിഡന്റിനും ഒരേപോലെ കുഴയ്ക്കുന്ന രീതിയിൽ, കൊടുക്കുന്ന രീതിയിലാണ് ഇത്തരത്തിൽ തിരൂർ സതീഷ് ഒരു പരാമർശം നടത്തിയത്. നമുക്കറിയാം, 2021 ഏപ്രിൽ മാസം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ വലിയ പ്രതീക്ഷ BJP വെച്ച് പുലർത്തിയ പല മണ്ഡലങ്ങളുണ്ടായിരുന്നു. അന്ന് തൃശ്ശൂർ ജില്ലയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ സെക്രട്ടറി ആയിരുന്നു തിരൂർ സതീഷ്. അതായത് ഇവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് രഹസ്യങ്ങൾ, ഇത്തരത്തിലുള്ള കുഴൽപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ തനിക്ക് അറിയാമെന്ന നിലപാടിൽ നിന്ന് അണുകിട മാറുന്നതിന് തിരൂർ സതീഷ് തയ്യാറായിട്ടില്ല. സ്വാഭാവികമായിട്ടും തിരൂർ സതീഷ് ഇന്ന് രഹസ്യമൊഴിയായിട്ട് മജിസ്ട്രേറ്റിന് മുമ്പിൽ എന്ത് നൽകുന്നു, അത് എത്രത്തോളം ബാധിക്കുമെന്ന കാര്യത്തിൽ BJP നേതൃത്വത്തിന് വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നൽകുന്ന രഹസ്യമൊഴിയെ വളരെ ഗൗരവകരമായിട്ടൊരു കാര്യമായിട്ട് തന്നെയാണ് പൊതുസമൂഹവും BJP നേതൃത്വവും മറ്റെല്ലാവരും. ഒറ്റ കാര്യം കൂടി, നമ്മുടെ BJP ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാർ, അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടോ? മനു, അതിനകത്ത് വ്യക്തത വന്നിട്ടില്ല. കാരണം ഇപ്പോൾ തൃശ്ശൂർ DIG തോംസൺ ജോസിന്റെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 8 അംഗ അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. സുദർശൻ IPS ആണ് സംഘത്തെ നയിക്കുന്നത്. മുമ്പ് അന്വേഷണം നടത്തിയ ഇരിങ്ങാലക്കുട കൊടകര കുഴൽപ്പണക്കേസ് അന്വേഷിച്ച VK രാജു അന്വേഷണ സംഘത്തിലുണ്ട്. സ്വാഭാവികമായിട്ടും ജില്ലാ പ്രസിഡന്റ് അനീഷ് ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തേക്കും എന്നാണ് പറയുന്നത്. അതിനകത്തൊരു വ്യക്തത നമുക്ക് ലഭിച്ചിട്ടില്ല മനു. അല്ല, ചോദ്യം ചെയ്യും, അത് ഉറപ്പാണ്. കാരണം ആ രീതിയിലാണല്ലോ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ അതിലൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയേ, സമയം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയേ ശരത്ത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ശരത്തെ, പിന്നെ കാണാം. തീർച്ചയായിട്ടും പിന്നെ കാണാം. ശരി. ശരത് തോങ്ങല്ലൂരാണ് തൃശ്ശൂരിൽ നിന്ന് നമുക്ക് ഈ സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ഇന്ന് 164 രേഖപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് തിരൂർ സതീഷിന്റെ. BJPയുടെ മുൻ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു. ഈ പറയുന്ന കുഴൽപ്പണം കടത്തി എന്ന് പറയപ്പെടുന്ന സമയത്ത് അവിടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു. ഈ പണമെല്ലാം ഓഫീസിൽ കൊണ്ട് ചാക്കിൽ കെട്ടി കൊണ്ടുവന്നത് കണ്ടയാളാണ്. ഒപ്പം തന്നെ അത് പലരും എടുത്തുകൊണ്ട് പോകുന്ന അനീഷ് കുമാറൊക്കെ 1.5 കോടി രൂപയോളം കൊണ്ടുപോയി എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതൊക്കെ K. സുരേന്ദ്രൻ അറിയാമായിരുന്നു എന്നതടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പൊതുസമൂഹത്തിന് മുൻപിൽ പറഞ്ഞ ആളുകൂടിയാണ് ഈ തിരൂർ സതീഷ്. അദ്ദേഹത്തിന്റെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തുമ്പോൾ അത് BJP സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടി തന്നെയാണ്.
നിയമപരമായിട്ടൊരു ആശങ്ക ഉളവാക്കുന്ന കാര്യം തന്നെയാണ്. ഈ കേസ് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.